ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഒരു ഫേസ് പാക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫേസ് കണ്ടോ നല്ല പോലെ ഡള്ളായിട്ടുണ്ട്. കാരണം പനി പിടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫേസ് പാക്ക് ചെയ്ത് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് എന്താ പറയുക, ക്ഷീണം പിടിച്ച ലുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ശബ്ദം ഇതുവരെ മാറിയിട്ടില്ല, 2 ദിവസമായിട്ടുള്ളൂ പനി പിടിച്ചിട്ട്. ഇപ്പം മരുന്ന് കുടിച്ച് റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ വേറെ ഒന്നുമല്ല, മുൾട്ടാണി മിട്ടി വെച്ചിട്ടാണ് കേട്ടോ. കാണുന്നുണ്ടോ? മുൾട്ടാണി മിട്ടി വെച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ചെയ്യുന്നത്. ഈസി ഫേസ് പാക്ക് ആണ്, നമുക്ക് ഡെയിലി ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളല്ല, ചെറിയത്. ഇതിനകത്തേക്ക് നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. തൈര്, അമ്മ കാണണ്ട, അമ്മ എന്നെ കൊല്ലും. പനീന്റെ സമയത്ത് തൈര് എടുത്ത് മുഖത്ത് വെച്ച് നിർത്തി. ഓക്കെ, അപ്പൊ അടുത്തതായി നമുക്ക് ഹണി ഒഴിച്ചു കൊടുക്കാം. ദിസ് ഈസ് വെരി വെരി പവർഫുൾ. ഇത്രേ ഉള്ളൂ, 3 ഇൻഗ്രീഡിയന്റ്. ഒന്നെന്താ, മുൾട്ടാണി മിട്ടി. മുൾട്ടാണി മിട്ടി പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ശ്രിങ്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഓവർ ഓയിലി ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ അതിനെ ഓയിലിനെ വലിച്ചെടുത്തിട്ട് ഫേസ് ഒന്ന് നാച്ചുറൽ ആയിട്ട് ആ ഒരു എന്താ പറയുക ഓയിലിനെ കുറച്ചിട്ട് നമ്മളെ ഫേസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്താ പറയുക നാച്ചുറൽ ആയിട്ടൊരു വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെ ഫേസിലെ പിമ്പിൾസ് ആയിക്കോട്ടെ, കരിവാളിപ്പ് ആയിക്കോട്ടെ, നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ്. ഓണത്തിനൊക്കെ മുൻപായിട്ട് ഒരാഴ്ച മുമ്പൊക്കെ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫേസ് ഗ്ലോ ആവും. അതുപോലെ നമ്മളെ കയ്യിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ടാനുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം. പിന്നെ ഓയിലി ഫേസ് ഉള്ളവരാണെങ്കിൽ ഇതിനകത്തുനിന്ന് എന്താ തൈരിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാം. പിന്നെ എൻ്റെതെന്ന് പറഞ്ഞാൽ ഓയിലി ആണ്. ചില സമയത്ത് ഡ്രൈ ആവും, ചില സമയത്ത് ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ് എൻ്റെത്. പക്ഷെ ഫേസ് കൂടുതലും ഓയിലി ആണ്. പക്ഷെ എനിക്ക് ഇതൊക്കെ പറ്റൂ കേട്ടോ, തൈരൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്തോളൂ കേട്ടോ. കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പിന്നെ ഏത് യൂസ് ചെയ്യാം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹണി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യും. അതുപോലെ തന്നെ തൈര് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസിന് നല്ല മോയ്സ്ചർ ചെയ്യും. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് കൂടുതലുള്ളതും കൊണ്ട് തന്നെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കും. പിന്നെ മുൾട്ടാണി മിട്ടി പറഞ്ഞാൽ നമ്മളെ ഫേസ് നല്ല ബ്രൈറ്റും ആക്കും, അതുപോലെ തന്നെ ഓയിൽ കൺട്രോൾ ചെയ്യും. ഡോണ്ട് ഫോർഗെറ്റ് യുവർ നെക്ക്. പാവം, അതിന് വിഷമാവൂലേ? എന്നെ മാത്രം വെളുപ്പിച്ചില്ല. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാട്ടോ. 20 മിനിറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു സെമി ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, നമുക്കിത് കഴുകാട്ടോ. ആക്ച്വലി ഈ ക്യാമറയിൽ ഇത് വിസിബിൾ ആണോ എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു ചെറിയൊരു ലൈറ്റ്നിങ് ഫീൽ ഉണ്ട് കേട്ടോ കയ്യില്. കുറച്ചൊരു
അപ്പൊ ഞാൻ കഴുകിട്ടോ, ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. That is my little one. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു അടിപൊളി ഫേഷ്യലാണ്. ഫേഷ്യൽ അല്ല, ഫേസ് പാക്ക് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേസ് പാക്കാണ്. എപ്പോഴെങ്കിലും എനിക്ക് ഫേസ് ഡള്ളായി തോന്നുകയാണെങ്കിൽ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ബ്ലാക്ക് കളർ തോന്നുന്നത് അവിടെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മുട്ടിൻ്റെ എവിടെ വേണമെങ്കിലും കഴുത്തിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്ത് നോക്കാം. ഓണത്തിന് മുമ്പായിട്ടൊന്ന് തിളങ്ങണം, ഓണമൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് തിളങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 2 ആഴ്ച മുന്നേ ആയിട്ട്, ഓണത്തിനൊക്കെ 2 ആഴ്ച മുന്നേ ആയിട്ട് തന്നെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നല്ല ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയിരിക്കും. ഇവിടെ എൻ്റെ ചെറുത് വെറുതെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.